വീണ്ടും വിദ്വേഷ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി. 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദുക്കൾ സുരക്ഷിതരായി ഇരിക്കാനാകില്ലെന്നാണ് യോഗിയുടെ പുതിയ പരാമർശം. ഇതിന് ബംഗ്ലാദേശും പാകിസ്ഥാനും തന്നെ ഉദാഹരണങ്ങളാണ്. എന്നാൽ 100 ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബത്തിന് മതാചാരങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ഹിന്ദുക്കൾ മതപരമായ സഹിഷ്ണുത തുടരുന്നവരാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായെന്നാണ് ആദിത്യനാഥ് പറയുന്നത്. എന്നാൽ 2017 ശേഷം യു.പിയിൽ കലാപമേ ഉണ്ടായിട്ടില്ല. യു.പിയിൽ തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 8 വർഷം പൂർത്തിയാക്കി. 2017 BJP സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾ അവസാനിച്ചുമെന്നും യോഗി ആദിത്യനാഥ് അവകാശപ്പെടുന്നുണ്ട്. ഒരു യോഗി എന്ന നിലയിൽ താൻ എല്ലാവരുടെയും സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു. 2017 മുൻപ് യു.പിയിൽ കലാപങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുവിന്റെ കടകൾ കത്തിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ കടകളും കത്തുമായിരുന്നു. ഹിന്ദുവിന്റെ വീടുകൾ കത്തുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ വീടുകളും കത്തുമായിരുന്നു. എന്നാൽ 2017 ശേഷം കലാപം നിലച്ചുവെന്നും കൂട്ടിച്ചേർത്തു അദ്ദേഹം. BJPയുടെ വർഗീയ മുഖമാണ് യോഗിയിലൂടെ പുറത്തുവരുന്നത്. യോഗി ഇങ്ങനെ പലപ്പോഴും വർഗീയ പരാമർശം നടത്തിയിട്ടുമുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ കലാപം ഉണ്ടാകുന്നത് യു.പിയിലാണ്. മുസ്ലിങ്ങളെ മാത്രമല്ല ക്രൈസ്തവർക്കും രക്ഷയില്ല. ക്രൈസ്തവ മിഷനറിമാർ അനുഭവിക്കുന്ന പീഡനം ചെറുതൊന്നുമല്ല. ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു. എന്നിട്ടും BJPക്കാർ ഇവിടെ ക്രിസ്ത്യാനികളുടെ പുറകെ നടക്കുകയാണ്. RSSന്റെ വിചാരധാര പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ് യോഗി ആദിത്യനാഥ്.